ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് നിന്നെ സ്നേഹിക്കുന്ന മാത്രമല്ല, നീ അവരെ സ്നേഹിക്കുന്നതും എനിക്കിഷ്ടമല്ല. നിന്നെ സ്നേഹിക്കാനേ ഞാനുണ്ട്. ഞാൻ മാത്രം നിന്നെ സ്നേഹിച്ചാൽ മതി. നീ എന്നെ മോൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വന്ദനാമ്മയുടെ കൂടെ പോണം, അത്രയല്ലേ ഉള്ളൂ. മോള് വാ, നമുക്ക് പോവാം. അല്ല മോനെ, നിന്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലാവും. പക്ഷേ ദിയമോളെയും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നാ അവിടെ എന്ത് നടക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വന്ദനെ തന്നെ അവിടെ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയ വലിയ പ്രശ്നമാവും മോനെ. ഒരു ഭാര്യയുടെ മനസ്സിന്റെ സന്തോഷം നോക്കേണ്ടത് ഒരു ഭർത്താവിന്റെ കടമയാണ്. ഇവിടെ നിന്നിപ്പോ ഞാൻ ഈ കുഞ്ഞിന്റെ മനസ്സും വേദനിപ്പിച്ച് ഞാൻ വന്ദനെ ഇവിടുന്ന് കൊണ്ടുപോയാ തളർന്ന മനസ്സുമായിട്ട് ഈ കുഞ്ഞിവിടെയും തകർന്ന മനസ്സുമായിട്ട് വന്ദന അവിടെയും കഴിയും. അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം അമ്മേ? ഇപ്പൊ ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നിയമങ്ങളെ കൂട്ടിയിട്ട് പോകുന്നുള്ളൂ. അത് അച്ഛാ, സ്ഥിരമായിട്ട് കൊണ്ടുപോകുകയല്ലോ. ഇപ്പൊ ഞാൻ മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീണാലും അത് എനിക്കൊരു വിഷയമേ അല്ല. വന്ദനെ, മോളെ എടുക്ക്. എന്നാ പോവാം. ശരി അച്ഛാ. അമ്മേ. വല്ലവന്മാരും അവന്റെ എച്ചി കൈ കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പൊന്നും നീ കഴിക്കണ്ട. എന്റെ വർഷേ, എന്തൊക്കെ മീറ്റിംഗുകൾ മാറ്റിവെച്ചിട്ടാ ഞാൻ ഇന്ന് പൂജാ ചടങ്ങിന് വന്നതെന്നറിയോ? എന്താ കാരണം? എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സന്തോഷം. നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ എന്തിനാ കരയുന്നേ? നിനക്കെന്താ വിഷമം? ഏയ് ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ നിന്റെ കണ്ണു നിറഞ്ഞത്? എന്തോ കാര്യമുണ്ട്, പറയേ. ദേ, നമ്മൾ തമ്മിൽ മറച്ചു വയ്ക്കാൻ പാടില്ല. ദുഃഖമായാലും സന്തോഷമായാലും നമ്മൾ പരസ്പരം പങ്കുവെക്കണം. മോളെ, അമ്മയോട് ചോദിക്കേ, അമ്മയ്ക്ക് എന്താ സങ്കടമെന്ന്. ആ, നമ്മുടെ കുഞ്ഞു പറഞ്ഞു അച്ഛനോട് കാര്യം പറയാൻ. ഏട്ടാ, നമ്മുടെ വിനുവേട്ടൻ പാവമല്ലേ? ആ വിനുവേട്ടൻ എന്ത് സ്നേഹത്തോടെയാ എനിക്ക് ഉണ്ണിയപ്പം തന്നത്. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളാ വിനുവേട്ടൻ. ഞാനെന്ന് വെച്ചാ ആ മിണ്ടാപാവത്തിന് ജീവന.
പാവം എന്റെ വിനുവേട്ടൻ. ഏട്ടനോട് എന്ത് ദ്രോഹ ചെയ്തത്? വിനുവേട്ടൻ പാവമല്ലേ? ഓ, ഇതാണോ കാര്യം? നിന്റെ വിനുവേട്ടൻ പാവല്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. നിന്റെ വിനുവേട്ടൻ എന്നെ പോലെ ആരുമില്ലാത്ത ഒരു പാവ അനാഥൻ. പോരാത്തതിന് ഒരു ഊമേ. എനിക്ക് ആ പാവത്തിനോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. ഇഷ്ടവും സഹതാപവും മാത്രമേ ഉള്ളൂ. പിന്നെന്തിനാ ഏട്ടൻ വിനുവേട്ടൻ തന്ന ഉണ്ണിയപ്പം വലിച്ചെറിഞ്ഞത്? ഓ, അതോ? അത് പറയാം. വർഷേ, നിന്റെ വിനുവേട്ടനാണെങ്കിലും പ്രകാശനാണെങ്കിലും അതല്ല ഇനി മനോജാണെങ്കിലും ആരാണെങ്കിലും നിന്നെ അധികമായിട്ട് സ്നേഹിക്കുന്ന എനിക്കിഷ്ടമല്ല. അവര് നിന്നെ സ്നേഹിക്കുന്ന മാത്രമല്ല, നീ അവരെ സ്നേഹിക്കുന്നതും എനിക്കിഷ്ടമല്ല. നിന്നെ സ്നേഹിക്കാനേ ഞാനുണ്ട്. ഞാൻ മാത്രം നിന്നെ സ്നേഹിച്ചാൽ മതി. നീ എന്നെ എന്റെ സ്നേഹം മുഴുവൻ നിനക്കും നിന്റെ സ്നേഹം മുഴുവൻ എനിക്കും. അവിടെ മൂന്നാമതൊരാള് വേണ്ട. കരയാതെ. കരയല്ലേ? റിലാക്സ്, റിലാക്സ്. സാരല്ല കേട്ടോ. കരട്ടോ. വന്നിട്ടുണ്ട് മാതൃകാ ദമ്പതികള്. അയ്യോ, മാതൃകാ ദമ്പതികൾ മാത്രമല്ല, ജഗന് കിട്ടിയ സ്ത്രീധനവും ഉണ്ട്. ആരോ ഉണ്ടാക്കിയ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന ഉണ്ണാക്കൽ. ഹരിതാന്റി, മാറി നിൽക്കങ്ങോട്ട്. വിട്, എനിക്ക് ഹരിതാന്റിയുടെ അടുത്ത് പോണം. ഒരു ഹരിതാന്റി ഇല്ല. അല്ലെങ്കിൽ തന്നെ ഏതർത്ഥത്തിലാ ഹരിത നിന്റെ ആന്റി ആവുന്നത്? മാനത്തെ കൊട്ടാ